ബൈബിൾ പറയുന്ന രഹസ്യമനുസരിച്ച് മനുഷ്യനും ദൈവവും ഒന്നായിരുന്നു. അതെങ്ങനെയാണ്? ഏതൊരു കുട്ടിയും ഭൂമിയിൽ ജനിക്കുമ്പോൾ അവരൊന്നായി തന്നെയാണ് ഇരിക്കുന്നത്. അവനിലെ കോംപ്ലിക്കേറ്റഡ് മെമ്മറി വരുന്നതിനനുസരിച്ച് അവനിൽ അത് രണ്ടായിട്ട് മാറാൻ തുടങ്ങും. അവൻ ഒന്ന് ദൈവം അവനിൽ നിന്ന് വിട്ടുമാറി മറ്റൊന്നാണെന്ന് അവന് തന്നെയാണ് ബോധ്യപ്പെടുന്നത്. അത് അവൻ്റെ ഒരു മായയാണ്. അല്ലാതെ ഒരിക്കലും ദൈവം അവനിൽ നിന്ന് മാറുന്നില്ല. അവൻ്റെ സന്തോഷമെല്ലാം നഷ്ടപ്പെട്ട് അവന് സന്തോഷം വെളിയിലാണ് എന്ന് അവന് തിരിച്ചറിയുന്നു. അല്ലെങ്കിൽ അവൻ വെളിയിലേക്കുള്ള നോട്ടത്തിലേക്ക് പോകുമ്പോഴാണ് ഈ പറയുന്ന ദൈവവും ഞാനും രണ്ടാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നത്, അല്ലെങ്കിൽ നമ്മൾ ആ രീതിയിൽ ചിന്തിക്കാൻ തുടങ്ങുന്നത്. ഈ പ്രതിഭാസമാണ് ആദവും അവ്വയും ഭൂമിയിൽ ജനിച്ചു എന്ന് പറഞ്ഞത്. നമ്മളുടെ ഈ മനോഹരമായ ശരീരമാകുന്ന ഏദൻ തോട്ടത്തിൽ ആദവും അവ്വയും നമ്മൾ നഗ്നരാണ്. ഇത് ഈ പ്രപഞ്ചം മുഴുവൻ അവർ അക്സെപ്റ്റ് ചെയ്യാൻ റെഡിയാണ്. ഈ നഗ്നരായിട്ടുള്ള ഈ ആദവും നഗ്നനായിട്ടുള്ള ഈ അവ്വയും മനസ്സും ബുദ്ധിയുമാകുന്ന ആദവും അവ്വയും നമ്മുടെ ഈ ശരീരത്തിൽ ജനിക്കുകയാണ്. അപ്പോൾ ചെറുപ്രായത്തിൽ അത് ജനിച്ചു. പിന്നെ അവരുടെ ആ ഒരു ഇന്നസെൻ്റ് ആയിട്ടുള്ള യാത്രയാണ്. അവർ കാണുന്ന ഓരോ വിഷയങ്ങളിലും പോയി ആകർഷിക്കാൻ തുടങ്ങും. അവരുടെ ഉള്ളിൽ തന്നെയാണ് ഈ മോഹമാകുന്ന പാപ് വരുന്നത്. അവർ ഈ വികാരങ്ങളായിട്ട് ഇങ്ങനെ എണീറ്റ് വരും. അവരെ കൊണ്ട് എന്ത് ദൈവം ചെയ്യരുത് എന്ന് അവർ അമ്മയുടെ ഉള്ളിൽ കിടക്കുമ്പോൾ പറഞ്ഞിരുന്നു. ആ തെറ്റുകൾ അവർ ചെയ്യാൻ പ്രേരിതരാവുകയാണ്. അവർ തെറ്റുകാരാവുകയാണ്. അങ്ങനെയാണ് അവർ ഭൂമിയിൽ പാപികളായിട്ട് മാറുന്നത്. വീണ്ടും കംപ്ലീറ്റ് ആയിട്ട് ഒരു നാശം എന്ന് പറയുന്നത് ഒരിക്കലും നമ്മളുടെ നാശമല്ല. നമ്മളുടെ അഹങ്കാരങ്ങളെ നശിപ്പിക്കുന്നതും നമ്മളുടെ പുതിയ പിറവിയുമാണ്. ഏതൊരു കുട്ടിയും ഭൂമിയിൽ ജനിക്കുന്നതിന് മുമ്പ് ഒരു പ്രളയത്തിലൂടെ തന്നെയാണ് സൃഷ്ടി നടക്കുന്നത്. പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളുടെയും അംശം നമ്മളുടെ ശരീരത്തിലുണ്ട്. ആ പ്രളയത്തിൽ എല്ലാത്തിൻ്റെയും അംശങ്ങളെ ചേർത്ത് വെച്ചുകൊണ്ടാണ് ഈ ബീജത്തിൻ്റെ ആദ്യ തുള്ളി അമ്മയുടെ ഗർഭപാത്രത്തിൽ പോണത്. അത് അവിടെ ഒരു റേസിങ്ങോ കോമ്പറ്റീഷനോ അല്ല നടക്കുന്നത്. ഈ കല്യാണം കഴിക്കുന്ന പെൺകുട്ടിയെ നമ്മളെല്ലാവരും നയിച്ചു കൊണ്ടുപോകുന്നത് പോലെ ഒരു വലിയ ആഘോഷത്തോടു കൂടി കൊണ്ടുപോയി അതിൻ്റെ ഉള്ളിൽ കൊടുത്തിട്ട് ബാക്കി എല്ലാവരും തിരികെ പോവുകയാണ്. അങ്ങനെ അടുത്ത ഒരു സൃഷ്ടി നടക്കുകയാണ്. ആ ഓരോ സൃഷ്ടിയും ആദവും അവയും തന്നെയാണ് ജനിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊരു റിപ്പീറ്റേഷനാണ്. ഓരോ ബിഗ് ബാങ്ങിൽ നടക്കുന്നത് ഓരോ പുതിയ ജന്മങ്ങളാണ്. ഇവിടെയും ഒരു 40 ഡേയ്സിൻ്റെ കാര്യം പറയുന്നുണ്ട്. ഈ 40 ഡേയ്സ് നമ്മളുടെ ഉള്ളിലാണ് ഈ പരിവർത്തനം മുഴുവൻ നടക്കുന്നത്. ഒരു സിംഗിൾ ഡോറിലൂടെയാണ്, അതായത് ബ്രഹ്മജ്ഞാനം എന്ന് പറയുന്ന പദത്തിലേക്ക് എത്തിച്ചേരുന്നത്. അത് 41 ഡേയ്സിലാണ്. ഈ 41 ദിവസത്തെ സൈക്കിളിനെ പറ്റിയിട്ട് ബൈബിളിലും പറയുന്നുണ്ട്. ആ ബൈബിളിൽ പറഞ്ഞിരിക്കുന്നതോ അല്ലെങ്കിൽ നമ്മുടെ സനാതനധർമ്മത്തിൽ പറഞ്ഞിരിക്കുന്ന ഗ്രന്ഥങ്ങളിൽ ഇല്ലാത്തതൊന്നും ഒരു വ്യക്തിക്കും എങ്ങും പറയാൻ പറ്റുകയില്ല. ബുക്കൊന്ന് മാറിപ്പോയി എന്ന് മാത്രമേ ഉള്ളൂ. അടുത്തൊരു മേജർ സ്റ്റേജ് എന്ന് പറയുന്നത് 8 എന്ന് പറഞ്ഞൊരു നമ്പറാണ്. 8 എന്ന് പറയുന്നത് ഇൻഫിനിറ്റിയാണ്. ഈ പ്രോസസ്സ് ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. ഇതിനൊരിക്കലും അവസാനമില്ല. ബൈബിളിൽ പ്രതിപാദിക്കുന്ന 8 എന്ന് പറയുന്ന നമ്പർ ഇൻഫിനിറ്റി ആയിട്ട് ഈ പ്രോസസ്സ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. പ്രളയങ്ങളുണ്ടാവും, സൃഷ്ടി നടക്കും, സംഹാരം നടക്കും, അതിന് മോക്ഷമുണ്ട്, മോക്ഷമില്ലായ്മയുണ്ട്. ഇതെല്ലാം ബൈബിളിൽ പ്രതിപാദിക്കുന്നുണ്ട്. അതെല്ലാം തന്നെയാണ് ഈ സനാതന ധർമ്മത്തിലും പറഞ്ഞിരിക്കുന്നത്. ദൈവത്തിനോട് സംസാരിക്കാൻ ഏറ്റവും നല്ല ഭാഷ സൈലൻ്റ് ആണ് എന്ന് ബൈബിളിൽ കൃത്യമായി പറയുന്നുണ്ട്. മൗനത്തിലൂടെ മാത്രമേ ദൈവത്തിലെത്താൻ പറ്റുകയുള്ളൂ. യേശുക്രിസ്തുവിൻ്റെ ജന്മത്തോടു കൂടി ഒരു പുതിയ ലോകം സൃഷ്ടിക്കപ്പെടുകയാണ്. കന്യകയായ മേരി മറിയത്തിൻ്റെ മകനായിട്ടാണ് യേശുക്രിസ്തു ജനിക്കുന്നത്. അപ്പോൾ കന്യകയായ ഒരു സ്ത്രീയിൽ അവരത്രമാത്രം നിഷ്ഠയോടുകൂടി ദൈവപുത്രിയായിട്ട് തന്നെ അതിനുവേണ്ടി എല്ലാം ദൈവത്തിൽ സമർപ്പിച്ച് ഒരു നിസ്വാർത്ഥയായ പെൺകുട്ടിയിൽ സൂര്യൻ ഒരു പ്രകാശം പോലെ വന്നു ചേർന്നാണ് യേശുക്രിസ്തു ജന്മം എടുക്കുന്നത്. യേശുക്രിസ്തു ജന്മം എടുത്തതിന് ശേഷം വലിയൊരു റെവല്യൂഷന് വേണ്ടിയിട്ടാണ് യേശുക്രിസ്തു ശ്രമിച്ചിട്ടുള്ളത്. കണ്ണില്ലാത്തവന് കാഴ്ച കൊടുത്തു എന്ന് പറയും. ഫിസിക്കൽ കണ്ണല്ല. നമ്മുടെ മെഡിറ്റേഷനിൽ കാണുന്നില്ലേ, അനേകം ആളുകൾ കാഴ്ചകൾ തിരിച്ചു കിട്ടുന്നു, അനേകം ആളുകളുടെ അസുഖം മാറുന്നു, അനേകം ആളുകൾ ചത്തതിന് തുല്യമായിട്ട് ജീവിച്ചിരുന്നു, അവരെല്ലാം ഉയർത്തെഴുന്നേറ്റ് വരുന്നു. ഇതെല്ലാം അത്ഭുത കഥകൾ എന്ന രീതിയിൽ പിന്നീട് അവർ ചേർക്കുകയാണ്. ഇത് യേശുക്രിസ്തുവിൻ്റെ യഥാർത്ഥ ജീവിതമാണ്. അദ്ദേഹം ഒരു വലിയ ഗുരു പരമ്പരയുടെ ഒരു കണ്ണിയാണ്. വലിയൊരു നല്ല ഗുരു തന്നെയായിരുന്നു. യേശുദേവൻ തന്നെയായിരുന്നു. അപ്പോൾ യേശുദേവൻ്റെ ഓരോ ഭാഗങ്ങളും നമ്മൾ എടുത്ത് നോക്കാമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ക്ലാസ്സിൽ പറഞ്ഞു പോകുന്നത് പോലെ തന്നെയുള്ള മാജിക്കുകളും അത്ഭുതങ്ങളുമാണ് അതിനകത്ത് നടന്നിട്ടുള്ളത്. ബൈബിൾ പറയുന്നത് മനുഷ്യരൂപത്തിലുള്ള ദൈവമായിരുന്നു എന്നാണ്. ബൈബിളിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഭൂമിയിലുള്ളതെല്ലാം ക്രിസ്തുവായിട്ടാണ് സൃഷ്ടിച്ചതെന്ന്.
എല്ലാവരും അങ്ങനെ തന്നെയാണ്. ക്രിസ്തുവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു ബ്രഹ്മജ്ഞാനിയായിരുന്നു, ഒരു സാമാന്യ കഴിവുള്ള ഒരു ദൈവമാണ്. അദ്ദേഹത്താൽ സൃഷ്ടിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ അതിനുശേഷമുള്ള ഒരു പുതിയ തലമുറയെ അദ്ദേഹം സൃഷ്ടിക്കുകയാണ്. അദ്ദേഹത്തിലൂടെ തന്നെയാണ് മുഴുവൻ സൃഷ്ടിയും നടന്നിട്ടുള്ളത്. ഇപ്പം നമ്മൾ കണ്ണടച്ചാൽ നമുക്ക് വല്ലതുണ്ടോ? നമ്മൾ ജനിക്കുന്നതോടെയാണ് നമ്മുടെ ഇവിടുത്തെ സൃഷ്ടി നടക്കുന്നത്. അപ്പോൾ അത്രമായ മഹത്തരമായിട്ടുള്ള കാര്യങ്ങളെ ഏറ്റവും സിംപ്ലിഫൈ ചെയ്ത് പറഞ്ഞിട്ടുള്ളൊരു ഗ്രന്ഥമാണ് ബൈബിൾ. അതിനെ ആളുകൾ ഏറ്റവും മോശമായ രീതിയിലാണെന്ന് കൊണ്ടുപോയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ മാജിക്കിനെ പറ്റിയോ അദ്ദേഹത്തിനെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങൾ പറയണമല്ലാതെ ആ യേശു ക്രിസ്തു എന്ന് പറയുന്ന മഹത് വ്യക്തിയുടെ വചനങ്ങളെ അല്ലെങ്കിൽ ആ വാക്കുകളെ ഉദ്ധരിച്ച് അതുപോലെ ജീവിക്കാൻ ആരും തയ്യാറാവണില്ല. അദ്ദേഹം പഠിപ്പിച്ച ത്യാഗം, സഹനം, ദയ, വാത്സല്യം, കാരുണ്യം ഇതൊക്കെയാണ്. ഇതൊന്നും ആരും പറയുന്നില്ല. ഒരു ജീവിയെ കൊല്ലുക, മറ്റൊരു ജീവിയെ കൊന്നു തിന്നുക, ദയയില്ലാതെ അസൂയയോടെ കുശുമ്പോടെ ജീവിക്കുക, ഇതൊന്നും യേശുക്രിസ്തു പറഞ്ഞിട്ടുള്ള കാര്യങ്ങളല്ല. യേശുക്രിസ്തു ആണ് എല്ലാം സൃഷ്ടിച്ചത്, യേശുക്രിസ്തു തന്നെയാണ് ദൈവമെന്ന് പറയുന്നു. എത്രയോ ആളുകൾ എന്നെ ക്ലാസ്സിലിരുന്നുകൊണ്ട് പറഞ്ഞു, ഞാൻ ദൈവത്തെ പോലെയാണ്, ദൈവമാണ്. ഞാൻ ഒരിക്കലും അംഗീകരിക്കണില്ല. അതുപോലെ അല്ലെങ്കിൽ ഇതിനേക്കാൾ എത്രയോ വലിയ തലത്തിലുണ്ടായിരുന്ന ഒരാളായിരുന്നു യേശുക്രിസ്തു. അദ്ദേഹം അതിൽ അംഗീകരിച്ചോ ഇല്ലയോ എന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല. പക്ഷെ അതിൻ്റെ പിൻഗാമികളായിട്ടുള്ള ആളുകളാണ് ഇദ്ദേഹത്തെ വാഴ്ത്തി പറഞ്ഞ് ഇദ്ദേഹത്തെ കുരിശിൽ കയറ്റിയതും ഇദ്ദേഹത്തെ ഇല്ലാണ്ടാക്കിയതും ഇദ്ദേഹത്തെ സമൂഹത്തിൽ നിന്ന് വേറൊരു രൂപത്തിൽ അറിയപ്പെടുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചതും. ഇദ്ദേഹത്തിൻ്റെ ത്യാഗത്തെ പറ്റി ആരും പറയാൻ തയ്യാറില്ല. അതിന് സാക്രിഫൈസ് ചെയ്യാനും ആരും തയ്യാറില്ല. അതുപോലെ 30-ാമത്തെ വയസ്സിലാണ് യേശുക്രിസ്തു സമൂഹത്തിലേക്ക് നന്മയുടെ വെളിച്ചം വിതറാനായിട്ട് ഇറങ്ങിയത്. പലരും അദ്ദേഹത്തെ ദൈവമാക്കി അല്ലെങ്കിൽ രാജാവാക്കാനും ഒക്കെ ശ്രമിച്ചു. ആ കാലഘട്ടത്തിൽ അവിടെ ഉണ്ടായിരുന്ന ഒരു ക്രൂസിഫിക്കേഷൻ മെത്തേഡാണ് കുരിശിൽ കയറ്റുക എന്ന് പറയുന്നത്. ക്രോസിന് എന്ന് പറയുന്നത് വളരെയധികം പ്രാധാന്യമുണ്ട്. പാസ്റ്റിലോ ഫ്യൂച്ചറിലോ ജീവിക്കുന്നതുകൊണ്ട് ഒരു കാര്യമില്ല. നിന്റെ ജീവിതം എപ്പോഴും നേർരേഖയിലായിരിക്കണം, സ്ട്രെയിറ്റ്, നീ പൊക്കോളൂ. മൂന്നാമത്തെ 2 കണ്ണുകൾക്ക് ഇടയിലുള്ള പുരികമധ്യം, ക്രോസ്, മനസ്സിലാവണില്ലേ? അത് ഭേദിച്ചാൽ, ആ ക്രോസ് നീ ഭേദിച്ചാൽ നിന്റെ ഉയർത്തെഴുന്നേൽപ്പാണ്. പിന്നെ അതിനുശേഷം നീ മരണമില്ലാത്ത വ്യക്തിയാണ്, പ്രപഞ്ചവുമായിട്ട് ലയിച്ചു തീരുകയാണ്. അപ്പം അതിനു മുമ്പുള്ള ലാസ്റ്റ് സപ്പർ, അവസാന അത്താഴം എന്ന് പറയുന്നത്, 5 അപ്പവും 2 മീനും കൊണ്ട് 5000 പേർക്കാണ് ഭക്ഷണം കൊടുത്തത്. പിന്നെയും ആളുകൾ ബാക്കിയുണ്ടായിരുന്നു. ബുദ്ധിയും മനസ്സും പഞ്ചേന്ദ്രിയങ്ങളുമാണ്. 2 മീനെന്ന് പറയുന്നത് ബുദ്ധിയും മനസ്സുമാണ്, പഞ്ചേന്ദ്രിയങ്ങൾ. ഇതിന് പ്രത്യേക രീതിയിൽ പാകപ്പെടുത്താനും കൈകാര്യം ചെയ്യാനും പഠിച്ചാൽ 50,000 അല്ല 5 ലക്ഷം പേർക്ക് വേണമെങ്കിലും വയറ് നിറച്ച് മനസ്സ് നിറച്ച് ഭക്ഷണം നൽകാൻ പറ്റും. പിന്നെയും മിച്ചമുണ്ടാവും. അപ്പം യേശുക്രിസ്തുവിൻ്റെ വാക്കുകളെയും വചനങ്ങളെയും നമുക്ക് ചൊല്ലാൻ പോലും അധികാരമില്ല. അത്രമാത്രം മഹത്തരമായൊരു തലത്തിൽ നിന്ന് യേശുക്രിസ്തുവിനെയാണ്. ഇനി നമ്മൾ കന്യാസ്ത്രീയമ്മമാരെ പറ്റി പറഞ്ഞാൽ അവരെല്ലാം ഈ ദൈവപുത്രന് ജന്മം നൽകാൻ വേണ്ടിയിട്ടാണ് അവർ സാക്രിഫൈസിങ്ങിലൂടെ അങ്ങനെ ഒരു വലിയ യേശുവിൻ്റെ സന്നിധിയിലേക്ക്, ആ രീതിയിലേക്ക് മാലാഖമാരാവാൻ വേണ്ടി പോണത്. അപ്പോൾ അവരുടേതും പവിത്രതയെ പറ്റിയിട്ട് നമ്മൾ പറയുകയാണ് എന്നുണ്ടെങ്കിൽ ഇവരിലെല്ലാം സൂര്യപുത്രൻ, യഥാർത്ഥ ദൈവപുത്രൻ വരും, ഇനിയും ഒരു ദൈവപുത്രൻ വരും എന്നുള്ളൊരു സങ്കല്പത്തിലാണ് അങ്ങനെ ഒരു സമൂഹം കന്യകാ സ്ത്രീകളായിട്ട് ജീവിക്കാൻ തയ്യാറാകുന്നത്. അപ്പോൾ ബൈബിളിൻ്റെ ഏറ്റവും നല്ല മഹത്തരമായ ഭാഗങ്ങൾ ഏതൊക്കെയുണ്ടോ എന്നോട് ചോദിച്ചോ, അതെല്ലാം ഞാൻ പറഞ്ഞു തരാൻ തയ്യാറാണ്.